ടീമേ കൊച്ചിന്ന് വയനാട് വന്നേക്കണേട്ടാ, പുൽപ്പള്ളിയിൽ വന്നേക്കണ. 1 ലക്ഷം രൂപ കൊടുക്കി കഴിഞ്ഞാൽ ഒരു റിസോർട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞ് അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നേട്ടാ. കമൺ സാറേ. യെസ്, സാധാരണക്കാർക്ക് റിസോർട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞ 1 ലക്ഷം രൂപക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതായത് ഇവിടെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമുക്കൊരു റിസോർട്ട് സ്വന്തമായിട്ട് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പം ഞാനത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാ. പക്ഷെ എല്ലാവർക്കൊണ്ടും അത് ഇത്ര 75 ലക്ഷം രൂപ കൊടുത്ത് ഇത്തരത്തിലുള്ള റിസോർട്ട് വാങ്ങാൻ പറ്റണമെന്നില്ല. എന്തായാലും ഒരാൾ വാങ്ങുമ്പോൾ 75 ലക്ഷം രൂപ തരുമ്പോൾ അയാൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞങ്ങൾ ചിന്തിച്ച് എന്തുകൊണ്ട് 1 ലക്ഷം രൂപയ്ക്ക് 75 പേർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തുകൂടാ. അതായത് ഞാനിപ്പോ 1 ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് രജിസ്റ്റർ ചെയ്ത് തരുമോ? 75 പേരുടെ റിയൽ എസ്റ്റേറ്റ് സിൻഡിക്കേറ്റ് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് 75 പേരും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ 75 പേരുടെ പേരിലും ആധാരം രജിസ്റ്റർ ചെയ്ത് തരണം. വേറൊരു സംശയം കൂടി ഉണ്ട്. ഇനി 75 പേർക്കല്ലാതെ നമുക്ക് ചിലപ്പോ ഇനി 10 പേര് അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇപ്പൊ 2 പേര് മേടിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാം. അപ്പൊ പകുതിയും മതി. എക്സാമ്പിൾ ആയിട്ട് ബിനീഷ് ഭായിയുടെ ഫ്രണ്ട്സ് ഒരു 10 പേര് വന്നു, 7.5 ലക്ഷം രൂപ വെച്ചിട്ട് 10 പേര് വന്നാലും കുഴപ്പമില്ല. ഞാൻ എക്സാമ്പിൾ ഏറ്റവും ചെറിയൊരു എമൗണ്ട് ആണ് 1 lakh rupees പറഞ്ഞത്. അപ്പൊ 1 lakh rupeesന്റെ 75 ഷെയറോ അതിന്റെ ഗുണിതങ്ങളോ യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ റെന്റ് ഔട്ട് ചെയ്യണത് 20,000 rupees ഡെയിലി. അപ്പൊ ഇതിന് കിട്ടുന്ന ഒരു വാടക 6 ലക്ഷം മാസം പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ കിട്ടുന്ന വാടക എത്രയാണോ അതൊരു LLP സംവിധാനത്തിലൂടെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങോട്ട് തരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ വയനാട് പുൽപ്പള്ളിയാന്ന് പറഞ്ഞു, പുൽപ്പള്ളിയിൽ നിന്ന് അധികം ദൂരം ഉണ്ട് ഇങ്ങോട്ട്? ജസ്റ്റ് 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. എത്ര റിസോർട്ടുകളാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത്? ഇത് മൊത്തം ഞങ്ങളുടെ പ്രൊജക്ട് മൊത്തം വരുന്നത് 1400 ഏക്കറാണ്. അപ്പൊ ഇതിൽ ഈ പ്രൊജക്ട് എന്ന് വെച്ചാൽ 5 ഏക്കറിലാണ് വരുന്നത്. ഈ പ്രൊജക്ട് 5 ഏക്കറിൽ ഞങ്ങൾ 90 കോട്ടേജസ് ആണ്. അപ്പൊ ഈ 90 കോട്ടേജസിനും പ്രത്യേകതകളുണ്ട്. ഇപ്പൊ ഈ നിൽക്കുന്ന കോട്ടേജിന്റെ പ്രത്യേകത ഒരു വേറൊരു മൂഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതിലൊരു നമുക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ സ്വിമ്മിംഗ് പൂള് കാണാം. ഓക്കെ, അത് നമ്മളെ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നമ്മുടെ ഈ റൂമിൽ ഇതൊക്കെ ഇൻക്ലൂഡിംഗ് ആണെന്ന് അർത്ഥം. നമ്മളുടെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോ നമ്മള് സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പോഴും നമ്മൾക്ക് ഒരു പ്രൈവറ്റ് പൂളൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതാണ് ഇഷ്ടം. നമ്മള് പണ്ടൊക്കെ സ്ത്രീകൾക്ക് കുളത്തിലും പുഴയിലൊക്കെ പോയിട്ട് മുങ്ങി കുളിക്കായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് വരാൻ അതൊന്നും നടക്കാറില്ല. പക്ഷെ ഇവിടെ നമുക്കൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഒരു പ്രൈവറ്റ് പൂളാണ്. ഫാമിലി ആയിട്ട് നീന്തി തുടിക്കാൻ അവസരം ഇടുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന റിസോർട്ടിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതെ അതെ. ഇത് എത്ര സെന്റ് സ്ഥലത്തിലാ? ഇത് 5 സെന്റ് ഭൂമിയാണ്. ഇപ്പോ ബിനീഷ് ഭായിക്ക് 75 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് 5 സെന്റ് ഭൂമി അങ്ങോട്ട് തരും. ഈ ഒരു കോട്ടേജ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് താമസിക്കാം. ഓപ്ഷൻ 1. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് ഞങ്ങൾ തന്നെ റെന്റ് ഔട്ട് ചെയ്ത് തരും. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന വാടക നിങ്ങൾക്ക് ചെറിയ സർവീസ് ചാർജ് അങ്ങ് എടുക്കുള്ളൂ, ബാക്കി നിങ്ങൾക്ക് തരണം. അതിന് പുറമെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും പണം കായ്ക്കുന്ന മരം. അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതെ അതെ അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആയത് അതാണ്. അത് നമ്മള് കാരണന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛനും പണം കായ്ക്കുന്ന മരം ഉണ്ടോന്ന് ചിലപ്പോൾ അമ്മ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഈ പണം കായ്ക്കുന്ന മരം ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ പണം കായ്ക്കുന്ന മരം എന്ന് പറഞ്ഞാൽ അത് സാൻഡൽവുഡാണ്. അപ്പൊ ഞങ്ങളിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ 5 സെന്റ് ഭൂമിയിലും ഇപ്പൊ ഈ കോട്ടേജ് പണിതിട്ട് കുറെ സ്ഥലം ബാക്കിയുണ്ട്. ഇവിടെ ഞങ്ങളൊരു 16 ചന്ദനത്തെ പ്ലാൻ ചെയ്യണം. ഇതിന്റെ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മുതൽ 15 വർഷം കൊണ്ട് ഇത് മെച്യൂരിറ്റി ആവും. ഇത് മെച്യൂരിറ്റി എത്തുമ്പോൾ ഇത് ഗവൺമെന്റിലേക്ക് അവരൊന്ന് മുറിച്ചുകൊണ്ട് പൊക്കോളും. അപ്പൊ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നമുക്ക് ഒരു മരത്തിന് കിട്ടുന്നത് നമ്മുടെ 8 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരു 16 മരങ്ങളുണ്ട്. അപ്പൊ നിയറസ്റ്റ് ഒരു 1.5 കോടിക്ക് അടുത്ത് നമുക്ക് ഇതിന് റവന്യൂ കിട്ടും. പക്ഷേ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് ഒരു 6 മന്ത് കൂടുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഗവൺമെന്റ് കണക്ക് പ്രകാരം ഒരു 10 വർഷം കഴിഞ്ഞാൽ ഒരു മരത്തിന് 25 ലക്ഷം രൂപ കിട്ടും. അതായത് 16 മരത്തിന് ഒരു 4 കോടിക്ക് മേലെ കിട്ടുമെന്ന് അർത്ഥം. അപ്പൊ എന്തായി? റെന്റും കിട്ടി, ലാഭമായി, പ്രോഫിറ്റ്. ഇത് എവറി 15 ഇയർ ആണ്. എവറി 15 ഇയർ. പിന്നെ നമ്മള് ഇവരുടെ ഞാനൊരു 3D വീഡിയോ കണ്ടിട്ടാ വരുന്നത്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് പണി നടക്കുന്ന സ്ഥലത്താണ്. ഇപ്പൊ പണി ഫുള്ള് കഴിഞ്ഞുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലോകത്തേക്ക് പോകണ പോലെ തോന്നും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ല വിഷല്, ഇത് കഴിയുമ്പോഴുള്ള വിഷല്. അതൊന്നും നമുക്ക് ആൾക്കാരോട് പറയാം. പിന്നെ ഇതൊരു 5 വർഷം കഴിഞ്ഞുണ്ടല്ലോ, ഇത് മൊത്തം ചന്ദനക്കാടാ. അപ്പൊ ചന്ദനക്കാട്ടിൽ 90 കോട്ടേജ്, അതിലൊരു ഒരു ഏക്കറിൽ കോമൺ അമ്യൂണിറ്റീസ്, അതായത് ഒരു സ്വിമ്മിംഗ് പൂൾ, അത് കുറച്ച് വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാം. അരോമ തെറാപ്പി, ഈ ചന്ദനം ഉപയോഗിച്ച കുറെ തെറാപ്പി ഉണ്ട്. പിന്നെ നമ്മുടെ മിനി സൂ കുട്ടികൾക്ക് കാണാനൊക്കെ ആയിട്ട്, പിന്നെ അവർക്ക് കിഡ്സ് ഏരിയ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസും വലിയൊരു റെസ്റ്റോറന്റ് കണ്ടിരുന്നതില്ല. തീർച്ചയായിട്ടും. അതിന്റെ പ്ലസ് പോയിന്റ് എന്താ പറയുക, അത് ഭൂമിയുടെ അടിയിലാണ്. 500 പേർക്കുള്ള പാർട്ടി ഹാള് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ കണ്ട മണ്ണെടുത്ത് തുടങ്ങി അല്ലെ. അവിടെ 500 പേർക്ക് അണ്ടർഗ്രൗണ്ടിലാണ് പാർട്ടി ഹാള്. മാത്രമല്ല ഈ ഒരു സാൻഡൽവുഡിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇന്ന് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ചന്ദനം.
മാത്രമല്ല ഓക്സിജൻ ഒരുപാട് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൃക്ഷം കൂടിയാണ് ചന്ദനം എന്ന് പറയുമ്പോൾ. അപ്പൊ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഫ്രഷ് എയർ കിട്ടണം. അതായത് ഓക്സിജൻ ഫ്രഷ് ആയിട്ട് കിട്ടും. ഇപ്പൊ നമുക്കറിയില്ല, കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചതിന്റെ പേരില്ല, ഓക്സിജൻ കിട്ടാണ്ട. ഇവിടെ വരുമ്പോൾ ഗുണം എന്താ, നമുക്ക് ഒരുപാട് ഓക്സിജൻ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത്രയൊക്കെ ഔഷധ ഗുണം ഉണ്ടായിനി. നമ്മളെ ചരിത്രം പഠിക്കുമ്പോൾ പണ്ട് ടിപ്പു സുൽത്താൻ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ അന്ന് രാജകീയ വൃക്ഷമായിട്ട് അന്ന് കൺസിഡർ ചെയ്ത മരമാണ് ചന്ദനം. അത്രയ്ക്ക് ഔഷധ ഗുണമാണിത്. അതായത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ ബിനീഷ് ഭായി കോവളത്ത് പോകാറില്ലേ? എന്തിനാ കോവളത്ത് പോണേ? മദാമനക്കാണ് അല്ലേ? അപ്പൊ ഈ മദാമകൾ എന്തിനാ ഇവിടെ വരണമെന്ന് അറിയോ? എന്തിനാ? അതായത് അവര് അവിടെ എന്തിനാണ് ഈ കടപ്പുറത്ത് വന്ന് അങ്ങനെ കിടക്കണം എന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്ക് അറിയില്ലത്. അതായത് അതായത് അവരുടെ നാട്ടില് വിറ്റാമിൻ ഡി കിട്ടില്ല. അപ്പൊ ഇവിടുത്തെ സൂര്യപ്രകാശത്തിന് വിറ്റാമിൻ ഡി കിട്ടും. ഇതേപോലെ തന്നെ ഇന്ന് ലോകത്തില് ഇത്രയും ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൃക്ഷം വേറെ ഇല്ല. ഈ ഒരു പ്രൊജക്ട് ഇന്ന് ലോകത്തിൽ വേറെ എവിടെ ഇല്ല. അത് കിട്ടണമെങ്കിൽ അവര് കടപ്പുറത്ത് കോവളത്ത് വരണ പോലെ നാളെ എന്ത് ചെയ്യേണ്ടി വരും, ലോകത്തിലുള്ള ആളുകള് ഇത്തരത്തില് അല്ലെ ഒരു നല്ല ക്ലാരിറ്റി ഉള്ള ഓക്സിജൻ കിട്ടണമെങ്കിൽ ഇവിടെ വരേണ്ടി വരും. അതാണ് എന്റെ പ്രത്യേകത. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഞാൻ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക റിസോർട്ടുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സീസൺ ആണ് റിസോർട്ട്. ചില മാസം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 10 ദിവസമൊക്കെ പോയാലും പൈസയല്ലേ? മാസത്തിൽ 10 ദിവസം പോയാൽ പോലും 20,000 രൂപ വെച്ച് 2 ലക്ഷം രൂപ. അപ്പൊ നമുക്ക് ഒരു വർഷം കണക്കൂട്ടി കഴിഞ്ഞാൽ 24 ലക്ഷം രൂപ അത്രയൊക്കെ കിട്ടുമല്ലേ? അതൊക്കെ ഞങ്ങൾ ചെറിയ എമൗണ്ട് ആണോ. ഞങ്ങള് ഓൾറെഡി 100% കോൺഫിഡന്റ് ആണ്. ഇത് 365 ദിവസം റെന്റിന് കൊടുക്കാനുള്ള എല്ലാവിധ മാർക്കറ്റിംഗ് സെറ്റപ്പ് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ കഴിയാറായ 90% കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഇത് പോയതാണ്. ഇതൊക്കെ പോലെ സെല്ലൗട്ട് എന്റെ തോന്നും. എനിക്കൊരു തൃശ്ശൂരിലെ ഒരു മിസ്റ്റർ സെബാസ്റ്റ്യന്റെ ആണ്. അപ്പുറത്തേക്ക് കാണുന്നത് ഒരു കോട്ടയത്തെ ഏറ്റുമാനൂർ ലീലാമ ജിമ്മിച്ചിന്റെതാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് ചങ്ങനാശ്ശേരിയുള്ള ലിറ്റ്യാഭിലാഷിന്റെയാണ്. അതിന്റെ അപ്പുറത്തുള്ളത് ഒരു മതിലകത്ത് റാഫി മതിലകം പാട്ടുകാരനുണ്ട്, പുള്ളിയുടേതാണ്. ഇതൊന്നും ഓക്കെ പറയുമ്പോ എന്താണ് റിസോർട്ടിന്റെ ഓണറാണ്, പക്ഷെ ഇതൊക്കെ ഓരോരുത്തർക്കും അതിന്റെ ലാഭം കൊടുക്കാൻ വേണ്ടിട്ട് റെഡി ആയി നിൽക്കണം ഇവിടെ. അതൊക്കെ 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിസോർട്ടിന്റെ നമുക്ക് ഒരു മുതലാളിയാകാം. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു 75 പേരുണ്ടാവും ഇതില്. 75 പേര്. അതെ, ഞാനിത് ഇതിലിപ്പോ നേരത്തെ പറഞ്ഞില്ല സെബാസ്റ്റ്യൻ, അവര് തോന്നുന്നു എനിക്കൊരു അവർ 5 സുഹൃത്തുക്കൾ കൂടി ഷെയർ ആയിരുന്നു. അതേസമയം അപ്പുറത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലീലാമ, അവര് തോന്നുന്നു ഏകദേശം ഒരു 16 പേരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തരും അവര് തന്നെ ചെയ്തു തരും. ഇനി ബാക്കി പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞങ്ങൾ തന്നെ സെറ്റ് ആക്കി തരുന്നുണ്ടോ. ഇപ്പൊ നിങ്ങൾ 1 ലക്ഷം റുപ്പീസ് ഉള്ളൂ, ബാക്കി 74 പേര് ഞങ്ങൾ റെഡി ആക്കി തരാട്ടോ. അതും കുഴപ്പമില്ല, അങ്ങനെയുണ്ടല്ലോ. നിങ്ങൾ തന്നെ കണ്ടെത്തണമെന്നില്ല, അതുകൊണ്ട് കേട്ടോ. മലയാളികൾക്ക് ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞാൽ EMI ആണ്. നമുക്ക് EMI ഇതുപോലെ ബാങ്ക് ലോൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതില്? ഇത് ഓൾറെഡി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നറിയോ, എന്തിനാ വെറുതെ ബാങ്ക് ലോൺ എടുക്കണേ? ഇതുള്ള പൈസക്ക് ഷെയർ എടുത്താൽ പോരെ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മൾ കിട്ടുന്ന പൈസ കൊണ്ട് ബാങ്കിൽ കൊണ്ട് നടക്കണം. എന്തിനാ പലിശ കൊടുക്കണം? ബാധ്യതകൾ കുറക്കാം നമുക്ക്. എന്തിനാ വെറുതെ വേണ്ടാതെ നിൽക്കണേ? നിങ്ങൾക്ക് 1 ലക്ഷം ഉണ്ടോ 2 ലക്ഷം ഉണ്ടോ, അതിന് ഷെയർ എടുത്തോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് വാടക കിട്ടുമ്പോ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തോ. എല്ലാവരും പേടി എന്താണെന്ന് അറിയാമോ? വയനാട് വന്നിട്ട് എന്ത് വിശ്വസിച്ച് ഇതുപോലത്തെ റിസോർട്ടൊക്കെ മേടിക്കും. കാരണം വെച്ചാൽ വയനാട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. കഴിഞ്ഞുള്ളിൽ തന്നെ മറ്റേ ചുരൽമലയിൽ ഭയങ്കര പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായതാ. അത്തരത്തിലുള്ള എങ്കിലും പ്രകൃതി ദുരന്തങ്ങളുള്ള വരാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇത് ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോ പല ആൾക്കാരും ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. ഈ വയനാട് ജില്ല നിൽക്കുന്നത് ഏകദേശം 5 ചുരത്തുമ്പലാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് താമരശ്ശേരി ചുരം, ഒന്ന് കുറ്റ്യാടി ചുരം, മറ്റൊന്ന് നാടുകാണി ചുരം. ഈ പറയുന്ന ചുരങ്ങളൊക്കെ ഓൾറെഡി റെഡ് സോണിലാണ്. അതായത് 20% ഏരിയയുടെ ഭാഗമുള്ളത്. ബാക്കി നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പൊ മുകളിൽ പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 700-800 മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇനി പ്രകൃതിക്ഷോഭം ഉണ്ടാവാനായിട്ട് മലകളില്ല മുകളിൽ, നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അതായത് കേരള നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 50 വർഷത്തിന് മുമ്പോ 50 വർഷത്തിന് ശേഷമോ യാതൊരുവിധ പ്രകൃതിക്ഷോഭം റിപ്പോർട്ട് ചെയ്ത മേഖലയാണ് വയനാട് പുൽപ്പള്ളി ഏരിയ എന്ന് പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ ഈ പ്രൊജക്ട് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ മുടക്കുന്ന പണം 100% സെക്യൂർ ആണ്. പിന്നെ എനിക്കൊരു സംശയം കൂടി ഉണ്ട്. നമ്മളിപ്പോ 5 സെന്റ് സ്ഥലത്താണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. ചിലപ്പോ ചില ക്ലയന്റ് വന്നിട്ട് പറയണേ നമുക്ക് ഇപ്പൊ 3 റിസോർട്ട് ഒരേ കോമ്പൗണ്ടിൽ തന്നെ വേണം, 4 റിസോർട്ട് വേണം, ചിലപ്പോ ഈ റിസോർട്ടിന്റെ മേലിൽ ഒരെണ്ണം വേണം. അപ്പൊ അതൊക്കെ നമ്മുടെ ഡിസൈനിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുവോ? ഇപ്പൊ ഒരു ക്ലയന്റ് വന്നിട്ട് പറയണ അപ്സ്റ്റെയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ ഒരു റൂം, മുകളിൽ റൂം. അതിപ്പോ അടുത്ത ദിവസം കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണ്. പിന്നെ വേറൊരു ക്ലയന്റ് വന്നിട്ട് പറഞ്ഞ് 6 റൂം വേണമെന്നുണ്ട്. താഴെ 2 മുകളിൽ 4. അങ്ങനെ കസ്റ്റമർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനുള്ള അവസരം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ടീം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാനൊരു സാധാരണക്കാരാണ്, കാണുന്ന ആൾക്കാരും സാധാരണക്കാരാണ്. അപ്പൊ നമുക്ക് ഒരു റിസോർട്ടിന് ഓണറാകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ലൈവായിട്ട് ഞാൻ അറിഞ്ഞ്
അപ്പോൾ ഒത്തിരി പേർക്ക് ഇത് ഈ വീഡിയോ ഉപകാരപ്പെടും. ടീമേ, സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരൻ ചെയ്തൊരു വീഡിയോ ഉണ്ടാ. അപ്പോൾ 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വില്ലയുടെ ഓണറാകട്ടെ. ഞാൻ ഓണറായി, നിങ്ങൾക്കും ആകട്ടെ.